നമ്മളുടെ പേഴ്സണൽ ലൈഫിൽ നമ്മൾ കണ്ടുമുട്ടുന്ന ഓരോ വ്യക്തികളും അവരെത്ര പ്രഷ്യസ് ആണ് അല്ലെങ്കിൽ എത്ര വിലപ്പെട്ടവരാണെന്ന് നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? പലപ്പോഴും നമ്മളെ വേദനിപ്പിക്കുന്നവരെയോ വെറുപ്പിക്കുന്നവരെയോ നമ്മൾ ഓർത്ത് വയ്ക്കും. ഒട്ടുമിക്ക വ്യക്തികളെയും നമ്മൾ മറന്നു പോകും. കാരണം ജീവിതം എന്നത് ഒരു യാത്രയാണല്ലോ. ഈ യാത്രയിൽ പലരെയും കണ്ടുമുട്ടുന്നു. എത്രയോ പേര് സ്ട്രേഞ്ചേഴ്സാണ്. അവരാരെന്നോ എന്തെന്നോ നമുക്ക് ഓർമ്മ പോലും ഉണ്ടാവില്ല. എന്നാൽ നമ്മളെ വേദനിപ്പിക്കുന്നവരെയും അല്ലെങ്കിൽ നമ്മൾ വെറുക്കുന്നവരെയൊക്കെ നമ്മൾ അത്ര പെട്ടെന്നൊന്നും മറക്കുകയില്ല. സ്പിരിച്വാലിറ്റിയുടെ ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ഓരോ വ്യക്തികൾക്കും അവരൊക്കെ നമ്മളുടെ ജീവിതത്തിൻ്റെ ഒരു വിലപ്പെട്ട ഭാഗം തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത്. അവരെ നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. നമ്മളുടെ ജീവിതമെന്ന ഈ നാടകത്തിൽ അവരോരോരുത്തരും ഓരോ കഥാപാത്രങ്ങളാണ്. ആ കഥാപാത്രങ്ങൾ ഇല്ലെങ്കിൽ ഈ കഥയ്ക്ക് അല്ലെങ്കിൽ നമ്മുടെ ജീവിതം എന്ന ഈ ഒരു കഥയ്ക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അത്തരത്തിലുള്ള വ്യക്തികൾ നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടാകും, എവിടെയെങ്കിലുമൊക്കെ. ഒരു പക്ഷേ നമ്മളുടെ വീടിനകത്താകാം, അല്ലെങ്കിൽ വീടിന് വെളിയിലാകാം, ഓഫീസിലോ അല്ലെങ്കിൽ സ്കൂളിൽ പഠിക്കുന്ന കാലത്തോ കോളേജിലോ അല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞ് പോകുന്ന വീട്ടിലോ എവിടെയെങ്കിലുമൊക്കെ നമുക്ക് ഒത്തിരി നമ്മളെ വേദനിപ്പിച്ച അല്ലെങ്കിൽ നമ്മളെ ഒരുപാട് സ്വാധീനം ചെലുത്തിയ വ്യക്തികളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഇന്നും നമ്മൾ മറന്നു പോകാതെ ഓർത്ത് വയ്ക്കുന്നവരുണ്ടാകും. ഞാൻ സ്പിരിച്വാലിറ്റിയെ പറ്റി കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ കഴിഞ്ഞ 3 എപ്പിസോഡിൽ നിങ്ങളോട് പറഞ്ഞിരുന്നു എന്താണ് സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത്. നമ്മൾ ആത്മീയത, അതൊരു മതത്തിൻ്റെയും ഭാഗമല്ല. നമ്മൾ ഒരിക്കലും മതത്തെ പറ്റിയല്ല സംസാരിക്കുന്നത്. വളരെ വിശാലമായ നമ്മളുടെ ഒരു കാഴ്ചപ്പാട്. ആ കാഴ്ചപ്പാട് മൂലം നമ്മളിലുണ്ടാകുന്ന മാറ്റങ്ങൾ, ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ അലങ്കോലമായി കിടക്കുന്ന ജീവിതത്തെ ഒരുക്കിയെടുക്കുന്നതാണ് ആത്മീയത എന്ന് ആദ്യത്തെ എപ്പിസോഡിൽ പറഞ്ഞിരുന്നു. പിന്നീടുള്ള എപ്പിസോഡുകളിൽ ഞാൻ വീണ്ടും നിങ്ങളോട് പറഞ്ഞിരുന്നു ആത്മീയതയ്ക്ക് ഒരു ആത്മീയ ഗുരുവിൻ്റെ സാന്നിധ്യം ഒത്തിരി അത്യാവശ്യമാണെന്ന്. ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ പറയുന്നത് നമ്മളുടെ ചുറ്റുമുള്ള ഓരോ വ്യക്തികളും അവരൊക്കെ ഒരു വിധത്തിൽ നമ്മളുടെ അധ്യാപകർ തന്നെയാണ്. അത് കൊച്ചുകുട്ടി മുതൽ വൃദ്ധരായവർ വരെ നമ്മളെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. പലരും നമ്മളെ സ്നേഹത്തിൻ്റെ മൂല്യമായിരിക്കാം പഠിപ്പിക്കുന്നത്. മറ്റു ചിലർ നമ്മളെ വേദനിപ്പിക്കുന്നവരായിരിക്കാം. ചിലർ നമ്മളെ വെറുക്കുന്നവരാകും. ചിലർ ക്ഷമയുടെ വലിയ പാഠങ്ങളായിരിക്കാം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. മറ്റു ചിലർ നമ്മളെ പുഞ്ചിരിപ്പിക്കുന്ന അല്ലെങ്കിൽ ചിരിപ്പിക്കുന്ന അല്ലെങ്കിൽ ജീവിതത്തെ വളരെ ലാഘവത്തോടെ കാണാൻ വേണ്ടി ഉള്ള പാഠങ്ങളായിരിക്കാം പഠിപ്പിച്ചു തരുന്നത്. അങ്ങനെ ഓരോ വ്യക്തികളും നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് റൂട്ടഡാണ്. ആ വ്യക്തി തന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് വരണമെന്നത് ഒരു ദൈവീക പദ്ധതിയുടെ ഭാഗമാണ്. നമ്മളൊരു പക്ഷെ ചിന്തിക്കും, പലപ്പോഴും കുട്ടികൾ മാതാപിതാക്കളുമായിട്ട് വഴക്ക് കൂടുമ്പോൾ അവർ പറയുന്നൊരു കാര്യമാണ്, ഞാൻ എന്തിന് ഈ കുടുംബത്തിൽ തന്നെ വന്ന് പിറന്നു, എനിക്കെന്തുകൊണ്ട് ഈ മാതാപിതാക്കളെ തന്നെ കിട്ടി എന്നൊക്കെ പലപ്പോഴും നമ്മൾ പിറുപിറുക്കുന്നത് കേൾക്കാം. പക്ഷേ നമ്മൾ ആ ഒരു മൊമെൻറ്റിൽ വളരെ ദേഷ്യത്തോടെ പറയുന്നതാണെങ്കിൽ പോലും വളരെ ആഴത്തിൽ ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകും, ആ കുടുംബത്തിൽ വന്ന് പിറക്കുക, ആ മാതാപിതാക്കളുടെ മക്കളായി പിറക്കുക, നമുക്ക് കിട്ടുന്ന സഹോദരി സഹോദരന്മാർ, ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, അധ്യാപകർ, നമ്മളായിരിക്കുന്ന ആ ഒരു സമൂഹം എല്ലാം ദൈവത്തിൻ്റെ ഒരു വളരെ കൃത്യമായ പദ്ധതിയാണ്. ശരിക്കും പറഞ്ഞാൽ വില്യം ഷേക്സ്പിയർ പറയുന്ന പോലെ all this world is stage. We all men and women are just actors, mere players. There are exit and entrances. അതായത് ഈ ലോകം എന്ന് പറയുന്നത് ഒരു വലിയ ഡ്രാമയാണ്, അല്ലെങ്കിൽ നാടകത്തിൻ്റെ ഒരു വേദിയാണ്.
അവിടെ ഉണ്ടാകുന്ന ഓരോ സംഭവങ്ങളും ഓരോ കഥാപാത്രങ്ങളും മെനഞ്ഞെടുത്തത് ആ അത്യുന്നത ശക്തിയുടെ പദ്ധതി പ്രകാരമാണ്. നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ഓരോ വേദനകളാകട്ടെ, സഹനങ്ങളാകട്ടെ, എല്ലാം ആ ദൈവിക പദ്ധതിയുടെ ഭാഗം തന്നെയാണ്. നമ്മൾ വെറും കഥാപാത്രങ്ങൾ മാത്രം. ആ അവസരത്തിനനുസരിച്ച്, ആ സിറ്റുവേഷനനുസരിച്ച് നമ്മൾ അതിന് ഒരു കൊഴുപ്പും മേന്മയൊക്കെ കൂട്ടുന്നു എന്ന് മാത്രം. അങ്ങനെ നമ്മൾ ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ നമ്മളുടെ ഉള്ളിലുണ്ടാകുന്ന പല വികാരങ്ങൾ, അതായത് ദേഷ്യമാകട്ടെ, വെറുപ്പാകട്ടെ, സഹനമാകട്ടെ, വെല്ലുവിളികളാകട്ടെ, ഇവയെല്ലാം നമ്മളുടെ ഹൃദയത്തിൽ തന്നെ വെച്ച് നമുക്ക് അലിയിച്ച് ചാരമാക്കി ഭസ്മമാക്കി മാറ്റാൻ സാധിക്കും. കാരണം ആരും അറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വമായിട്ട് ഉപദ്രവിക്കുന്നില്ല. പല വ്യക്തികളും നമുക്ക് വേണ്ടി ഒരുക്കുന്ന കെണികളെല്ലാം ആ സാഹചര്യത്തിനനുസരിച്ച് അവർക്ക് ഏറ്റെടുക്കേണ്ടി വരുന്ന ചില വെല്ലുവിളികളോ അല്ലെങ്കിൽ കഥാപാത്രത്തിനനുസരിച്ചുള്ള വേഷരീതികളോ ആയിരിക്കാം. അങ്ങനെ വരുമ്പോൾ എന്നെ കെണിയിൽപ്പെടുത്തിയ ഒരു വ്യക്തി അല്ലെങ്കിൽ എന്നെ ഏറ്റവും മുറിപ്പെടുത്തിയ ആ വ്യക്തി എൻ്റെ ശത്രുവല്ല. നേരെ മറിച്ച് എന്നെപ്പോലെ തന്നെ അഭിനയിക്കുന്ന ഒരു കഥാപാത്രമാണ്. ഇങ്ങനെ നമ്മൾ നമ്മുടെ ജീവിതത്തെ കാണാൻ തുടങ്ങിയാൽ പിന്നെ ശത്രുവുമില്ല, പിന്നെ അവിടെ വ്യക്തിവിരോധവുമില്ല. എല്ലാവരും ഒരേപോലെ അഭിനയിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും മനോഹരമായിട്ട് അഭിനയിക്കുന്ന കഥാപാത്രങ്ങളായിട്ട് മാറും. നമുക്ക് നമ്മുടെ ജീവിതത്തെ അങ്ങനെ കാണാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ ലോകം എത്ര സുന്ദരമാവുന്നൊന്ന് ആലോചിച്ച് നോക്കി. നമുക്ക് പിന്നെ ആ ഒരു മൊമെൻറ്റിൽ നമുക്ക് പലരോടും വെറുപ്പ് തോന്നും, നമുക്ക് വിദ്വേഷം വരും, പലരെയും നമുക്ക് കൊല്ലാനുള്ള വെറുപ്പ് പോലും വരും. പക്ഷേ അല്പം ക്ഷമയോടെ സംയമനത്തോടെ നമ്മൾ ആ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്ത് കഴിഞ്ഞാൽ, ശാന്തമായിട്ട് നമുക്ക് ചിന്തിക്കാൻ സാധിച്ചാൽ നമുക്ക് മനസ്സിലാകും ആ എന്നെ വേദനിപ്പിച്ച ആ വ്യക്തി ഒരിക്കലും എൻ്റെ ശത്രുവല്ല. ആ വ്യക്തിയുടെ ഏത് സാഹചര്യത്തിലാണോ ആ വ്യക്തിക്ക് എന്നോട് വെറുപ്പ് തോന്നിയത്, ആ ഒരു സിറ്റുവേഷനിൽ ആ വ്യക്തിക്ക് ആടേണ്ട ഒരു വേഷം മാത്രമാണ്, അല്ലെങ്കിൽ അഭിനയിക്കേണ്ട ഒരു കഥാപാത്രം മാത്രമാണ് ആ വ്യക്തി എന്നത്. എന്നാൽ ആ കഥാപാത്രത്തിൽ നിന്ന് ആ വ്യക്തിക്ക് ഇറങ്ങാൻ സാധിച്ചാൽ ആ വ്യക്തി വളരെ നൈർമല്യവും നിഷ്കളങ്കവുമായൊരു വ്യക്തി മാത്രമാണ്. അങ്ങനെ ഓരോ വ്യക്തികളെയും നമുക്ക് സ്നേഹിക്കാൻ പഠിച്ചാൽ പിന്നെ നമുക്ക് ആരോടും ഒരു വെറുപ്പും വിദ്വേഷവും തോന്നത്തില്ല. സാഹചര്യങ്ങളെ മാറ്റിമറിക്കാനൊന്നും നമുക്ക് സാധിക്കില്ല. പക്ഷേ നമ്മുടെ മുന്നിൽ വരുന്ന ഓരോ വെല്ലുവിളികളെയും നമ്മളുടെ തന്നെ സംയമനത്തോടെ, നമ്മളുടെ നിശ്ചയദാർഢ്യത്തോടെ നമുക്ക് ഓരോ വെല്ലുവിളികളും ഏറ്റെടുത്ത് അവിടെ ഏറ്റവും നിഷ്കളങ്കമായി നമുക്ക് ആ ഒരു സിറ്റുവേഷനെ മാറ്റിയെടുക്കാൻ പറ്റും. അങ്ങനെ വരുമ്പോൾ നമുക്ക് ആരോടും വിദ്വേഷമോ പകയോ റിവെഞ്ച് അല്ലെങ്കിൽ അതൊന്നും തന്നെ നമുക്ക് ഉണ്ടാവുകയില്ല. ആദ്യം തന്നെ സ്നേഹത്തിൻ്റെ ഒരു വലിയ വലയത്തിനകത്താണ് നമ്മൾ ഓരോരുത്തരും എന്ന് ചിന്തിക്കാൻ നമുക്ക് സാധിക്കണം. ആ വലയം എന്ന് പറയാൻ കാരണം ഇതിന് ഒരുപാട് സർക്കിൾസ് ഉണ്ട്. അതായത് നമ്മുടെ ഈ പ്ലാനറ്റ്സൊക്കെ സണ്ണിന് ചുറ്റും കറങ്ങുന്ന പോലെയാണ് നമ്മളെന്ന ആ ഒരു വ്യക്തി. നമ്മളുടെ ചുറ്റുമാണ് ഓരോ സംഭവ വികാസങ്ങളും നടക്കുന്നത്. നമ്മൾ വെറും അല്ലെങ്കിൽ നമ്മളൊരു സൂര്യനാണ്. ആ സൂര്യൻ നടുക്ക് നിന്ന് ആ സൂര്യന് ചുറ്റും മറ്റ് ഗ്രഹങ്ങൾ വലയം വയ്ക്കുന്നത് പോലെയാണ് നമുക്ക് ചുറ്റും ഓരോ വ്യക്തികളും അവരവരുടെ കഥാപാത്രങ്ങളാടി മനോഹരമാക്കുന്നത്. അതിൽ ഏറ്റവും ആദ്യത്തെ അല്ലെങ്കിൽ ഏറ്റവും നമ്മളോട് അടുത്ത് നിൽക്കുന്ന ആ വലയത്തിലൂടെ സഞ്ചരിക്കുന്ന ഗ്രഹം അത് നമ്മുടെ കുടുംബങ്ങൾ തന്നെയായിരിക്കും. അതായത് നമ്മുടെ മാതാപിതാക്കളോ ബന്ധുക്കളോ സുഹൃത്തുക്കളോ ഒക്കെ ആയിരിക്കും. അവരിൽ നിന്നുണ്ടാകുന്ന പല കുത്തുവാക്കുകളും വേദനകളും ഒക്കെ നമ്മളെ ഒത്തിരി വേദനിപ്പിച്ചേക്കാം. പക്ഷേ അവരിൽ നിന്ന് നമ്മൾ പല രീതിയിലും നമ്മൾ പഠിക്കുന്ന ഒരുപാട് പാഠങ്ങളുണ്ട്. സഹനത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, ക്ഷമയുടെ, അതുപോലെ മറ്റുള്ളവർക്ക് മാപ്പ് കൊടുക്കാനുള്ള വലിയ പാഠം, നമ്മളുടെ ചിന്താഗതിയെ മാറ്റിമറിക്കുന്ന
വലിയൊരു പാഠങ്ങൾ. അങ്ങനെ ഒരുപാട് ലെസൺസ് നമ്മൾ അവരിൽ നിന്ന് പഠിക്കുന്നുണ്ട്. കുറച്ചും കൂടി ആഴത്തിൽ മനസ്സിലാക്കിയാൽ നമുക്ക് മനസ്സിലാകും, ആ ഒരു വലയത്തിൽ മാത്രം കടന്ന് കറങ്ങാനുള്ളതല്ല. അവർ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. പക്ഷേ അവരിൽ മാത്രം ഒതുങ്ങി നിൽക്കാനുള്ളവരല്ല നമ്മൾ ഓരോരുത്തരും. നമ്മളുടെ സ്നേഹം അതിനൊക്കെ മേലെയാകണം. ഇല്ലെങ്കിൽ നമ്മൾ ഭയങ്കര പോസസീവായി ഫാമിലി മാത്രമാണ് എൻ്റെ ലോകം, അല്ലെങ്കിൽ ഞാനും എൻ്റെ കുടുംബവും മാത്രമാണ് എന്ന് അങ്ങനെ ഒരു പോസസീവായിട്ടുള്ള ഒരു ജീവിതം ആയി മാറും. ഒരിക്കലും അങ്ങനെ ആകാൻ പാടില്ല. നമ്മൾ ആ വലയത്തിന്മേൽ അല്ലെങ്കിൽ അവിടെ നിന്ന് ഒരുപടി മേലെ മാറാൻ നമുക്ക് സാധിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ ഒരു വലയം നമുക്ക് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ മാത്രമാണ് നമുക്ക് അടുത്ത വലയത്തിലേക്ക് ചെല്ലാൻ പറ്റുള്ളൂ. അവിടെയാണ് സമൂഹം എന്ന് പറയുന്ന ആ വലിയൊരു വലയം കിടക്കുന്നത്. ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു വലയം കൂടിയാണ്. കാരണം ആ ഒരു വലയത്തിൽ പലതരത്തിലുള്ള വ്യക്തികളെയാണ് നമ്മൾ കണ്ടുമുട്ടുന്നത്. നമ്മുടെ ഫാമിലിയിലാണെങ്കിൽ ഒരുവിധം നമുക്ക് ഓരോ വ്യക്തികളെയും അവരുടെ സ്വഭാവ രീതികളും അവരുടെ ചിട്ടവട്ടങ്ങളൊക്കെ നമുക്കറിയാം. എന്നാൽ സമൂഹം എന്ന ആ വലിയ ലോകത്തിലേക്ക് ചെല്ലുമ്പോൾ നമുക്ക് ആരെയാണ് വിശ്വസിക്കേണ്ടത്, ആരാണ് സുഹൃത്തുക്കൾ, ആരാണ് ശത്രുക്കൾ എന്നൊന്നും മനസ്സിലാകാത്ത ഒരു വലിയ മായാ ലോകത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. പക്ഷെ പലപ്പോഴും ഈ റിസ്ക് എടുക്കണ്ട എന്നുള്ളത് കൊണ്ട് മാത്രം നമ്മൾ ആദ്യത്തെ വലയത്തിൽ തന്നെ കടന്ന് ഒതുങ്ങി നിൽക്കാൻ നമ്മൾ ശ്രമിക്കും. അതാണ് മിക്കവരും ചെയ്യുന്നത്. എന്നാൽ ആത്മീയത എന്തുകൊണ്ടാണ് ഇത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആവുന്നത് എന്ന് വെച്ചാൽ, നമുക്ക് അടുത്ത ലെയറിലേക്ക് കടക്കണമെങ്കിൽ ഈ സ്പിരിച്വാലിറ്റി ഒത്തിരി സഹായിക്കും. കാരണം അടുത്ത ലെയറിലേക്ക് കടക്കണമെങ്കിൽ ഒരുപാട് റിസ്ക്കാണ്, അവിടെ ഒത്തിരി കോംപ്ലിക്കേഷൻസ് ഉണ്ട്. കാരണം സമൂഹവുമായി ഇടപെട്ടാൽ മാത്രമാണ് നമുക്ക് അടുത്ത വലയത്തിലേക്ക് കടക്കാൻ സാധിക്കുകയുള്ളൂ. ചോയ്സ് ഉണ്ട്. ആദ്യത്തെ ഒരു ഫാമിലിയും നമുക്ക് അറിയുന്ന ആൾക്കാരും നമ്മളുടെ പേഴ്സണൽ റിലേഷൻസ് മാത്രം മതിയെങ്കിൽ ആ ഒരു വലയത്തിൽ മാത്രം നമുക്ക് ഒതുങ്ങിക്കൂടാ. പക്ഷെ നമ്മുടെ ചുറ്റും നിൽക്കുന്നവരെല്ലാം അത് തന്നെയാണ് ചെയ്യുന്നത്. എന്നാൽ സ്പിരിച്വാലിറ്റി എന്നൊരു വലയത്തിലേക്ക് കടക്കുന്നവർ മാത്രമാണ് അടുത്ത വലയത്തിലേക്ക്, അടുത്ത ലെയറിലേക്ക് കയറുന്നത്. കാരണം അവിടെ നമ്മൾ സമൂഹവുമായിട്ട് കൂടുതൽ അടുത്തിടപഴകുകയാണ്. പക്ഷേ ആരെന്നോ എന്തെന്നോ ആരെയും നമുക്ക് ചിലപ്പോൾ വ്യക്തിപരമായിട്ട് പോലും അറിയുന്ന വ്യക്തികളാവുകയില്ല. പക്ഷെ നമ്മൾ റിസ്ക് എടുക്കുകയാണ്. നമ്മളെല്ലാവരെയും അടുത്തറിയാൻ ശ്രമിക്കുകയാണ്. പലർക്കും പല കാഴ്ചപ്പാടാണ്. പലരും പല വിധത്തിലുള്ള പാഠങ്ങളാണ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അവിടെ ചതിക്കുഴികളുണ്ട്, സ്നേഹമുണ്ട്, അവിടെ വെറുപ്പുണ്ട്, വിദ്വേഷമുണ്ട്, പകയുണ്ട്, കരുണയുണ്ട്. അങ്ങനെ വളരെ വ്യത്യസ്തമായ ചിന്താഗതിയിലൂടെ അല്ലെങ്കിൽ വ്യത്യസ്തമായ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന വ്യക്തികളുടെ കൂടെയാണ് നമ്മൾ ഇടപഴകുന്നത്. റിസ്ക് ഉണ്ട്. സ്പിരിച്വാലിറ്റി പഠിപ്പിച്ചു തരുന്ന ഒരു ഏറ്റവും വലിയ കാര്യം, നമ്മൾ സഹനത്തിൻ്റെ പാതയിലൂടെ സഞ്ചരിച്ചാൽ നമുക്ക് കിട്ടുന്ന അറിവ് അത് വളരെ വ്യത്യസ്തമായ അറിവും വ്യത്യസ്തമായ കാഴ്ചപ്പാടുമാണ് നമ്മളിൽ ഉണർത്തുന്നത്. അതുകൊണ്ട് സമൂഹത്തിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കുക എന്നത് ചോയ്സാണ്. അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. വളരെ വ്യത്യസ്തമായ കാഴ്ചപ്പാടുള്ളവരുമായുള്ള ഇടപഴകലിലൂടെ ഒരുപക്ഷെ നമ്മൾ തോറ്റുപോയേക്കാം. നമ്മളെ വീഴ്ത്തിയിടാൻ പലരും ശ്രമിച്ചേക്കാം. എപ്പോഴും നമുക്ക് ഉണർന്ന് പ്രവർത്തിക്കാൻ സാധിക്കില്ലായിരിക്കാം. പ്രാർത്ഥനയുടെ ശക്തിയിലൂടെ മാത്രമാണ് നമുക്കവിടെ പിടിച്ചു നിൽക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇവിടെയൊക്കെയാണ് ആ സ്പിരിച്വാലിറ്റിയുടെ ഒരു വലിയ ഒരു പ്രസൻസ് അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റിയുടെ ഒരു വലിയ വാല്യൂ നമുക്ക് മനസ്സിലാകുന്നത്. നമ്മൾ പലപ്പോഴും നമ്മളുടെ കുടുംബ പശ്ചാത്തലത്തിലോ അല്ലെങ്കിൽ നമ്മളുടെ അടുത്ത പശ്ചാത്തലത്തിൽ നിന്ന് നമ്മളെ ഒരുക്കിയെടുത്ത ആ ഒരു സാഹചര്യം എല്ലാം നമ്മൾ ബ്രേക്ക് ചെയ്ത് ആ എല്ലാ ബാരിയേഴ്സും നമ്മൾ പൊട്ടിച്ച് നമ്മൾ മറ്റൊരു വലയത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. പക്ഷേ ഈ ഒരു ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ നമുക്ക് ഒരുപാട് നമ്മുടെ തന്നെ ഒരു റിഫ്ലക്ഷൻസ് കാണാൻ സാധിക്കും. അതായത് പലരോടും നമുക്ക് വെറുപ്പ് തോന്നും. പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഈ മറ്റുള്ളവരോട് തോന്നുന്ന നമ്മളുടെ മനസ്സിലുണ്ടാകുന്ന വിദ്വേഷം അല്ലെങ്കിൽ നമുക്ക് തോന്നുന്ന പക, വെറുപ്പ്, ഇതെല്ലാം മറ്റുള്ളവരോട് തോന്നുന്നതെങ്കിലും ഇതെല്ലാം ഉടലെടുക്കുന്നത്, ഇതിൻ്റെ എല്ലാം വിത്ത് കിടക്കുന്നത് എൻ്റെ ഉള്ളിൽ തന്നെയാണ്. മറ്റേ വ്യക്തി വെറും ഒരു പ്രതിധ്വനി അല്ലെങ്കിൽ ഒരു റിഫ്ലക്ഷൻ മാത്രമാണ്. ഇതിൻ്റെ വിത്ത് അല്ലെങ്കിൽ വേര് കിടക്കുന്നത് എൻ്റെ ഉള്ളിലെ
തന്നെയാണെന്നുള്ള ഒരു ബോധ്യമുണ്ടായിരിക്കണം. കാരണം എൻ്റെ ഉള്ളിലെ ദേഷ്യമാണ് ഞാൻ മറ്റുള്ളവരിൽ കാണുന്നത്. എൻ്റെ ഉള്ളിൽ സ്നേഹം എന്നൊരു വിത്ത് മാത്രമേ ഉള്ളൂ എങ്കിൽ മറ്റുള്ളവർ എന്ത് ചെയ്താലും എനിക്ക് സ്നേഹം മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. എനിക്ക് ഒരിക്കലും അവരുടെ കണ്ണിലെ വെറുപ്പോ വിദ്വേഷമോ പകയോ എനിക്ക് കാണാൻ സാധിക്കില്ല. കാരണം എൻ്റെ ഉള്ളിൽ കിടക്കുന്നത് സ്നേഹമെന്ന വിത്ത് മാത്രമാണ്. ഇത് ശരിക്ക് നമ്മളുടെ പണ്ടത്തെ സ്പിരിച്വൽ ടീച്ചേഴ്സൊക്കെ പഠിപ്പിച്ചു തന്നിട്ടുള്ള വലിയ പാഠമാണത്. കാരണം അവർ ഇത് പഠിക്കാൻ വേണ്ടി തന്നെയാണ് അവർ വളരെ ഏകാന്ത ജീവിതം നയിക്കുന്നത്. കാരണം നമ്മൾ മറ്റുള്ളവരിലേക്ക് അടുക്കും തോറും നമ്മളുടെ ഉള്ളിൽ സ്നേഹമെന്ന വിത്ത് മെല്ലെ മെല്ലെ മാറി അവിടെ പലതരം വിളകൾ മാത്രമല്ല കളകളും വളരുവാൻ തുടങ്ങും. ഈ കളകളെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് പലപ്പോഴും ഈ സ്പിരിച്വാലിറ്റിയിൽ നിൽക്കുന്നവർ ഏകാന്ത ജീവിതം നയിക്കുന്നത്. പക്ഷേ ഓർക്കേണ്ട ഒരു കാര്യം, ഇന്നത്തെ കാലത്ത് സ്പിരിച്വാലിറ്റി പ്രാക്ടീസ് ചെയ്യുന്നത് ഒരു സമൂഹത്തിലാണെന്ന് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു. അങ്ങനെ ആയിരിക്കണം. അല്ലാതെ എൻ്റെ മാത്രം ഒരു ഏകാന്ത ജീവിതത്തിൽ ഞാൻ മാത്രം വിശുദ്ധിയായതുകൊണ്ട് കാര്യമില്ല. എൻ്റെ ചുറ്റുമുള്ള ഓരോരുത്തർക്കും അതിൻ്റേതായ പങ്കുണ്ട്. ഞാൻ മാത്രം വിശുദ്ധിയിൽ ജീവിച്ചതുകൊണ്ട് കാര്യമില്ല. ആ വിശുദ്ധിയുടെ വിത്ത് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുക. മറ്റുള്ളവരിലും ആ വിത്ത് നടണമെങ്കിൽ ഞാൻ എന്നെ തന്നെ വളമാക്കി മാറ്റണം. അതിന് സമൂഹത്തിൽ ജീവിച്ചാൽ മാത്രമേ സാധ്യമാവുകയുള്ളൂ. അല്ലാതെ ഏകാന്തമായി എൻ്റെ മാത്രം കാര്യം നോക്കി ജീവിക്കുന്നതെങ്കിൽ നമുക്ക് ഒരിക്കലും നമ്മളെ ഉപയോഗപ്പെടുത്താൻ പറ്റില്ല. നമ്മളെ ഒരു ഇൻസ്ട്രുമെൻ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റുകയില്ല. സ്പിരിച്വാലിറ്റിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പാഠം നമ്മൾ തന്നെ ഒരു ഇൻസ്ട്രുമെൻ്റായിട്ട് യൂസ് ചെയ്യാൻ പഠിക്കണം. ഞാനൊരു ഇൻസ്ട്രുമെൻ്റാണ്. നമ്മൾ ഓരോരുത്തരെയും ക്രിയേറ്റ് ചെയ്ത് ആ വലിയ അത്യുന്നത ശക്തിക്ക് നമ്മളെല്ലാം ഉപകരണങ്ങളാണ്. നന്മയുടെ വിത്ത് പാകാനുള്ള ഉപകരണങ്ങൾ. അതാവാൻ നമുക്ക് സാധിക്കണം. അല്ലാതെ ഞാൻ വിശുദ്ധിയിൽ ജീവിക്കുക എന്നത് മാത്രമല്ല. എന്നാൽ ഞാൻ ജീവിക്കുകയാണെങ്കിൽ മറ്റുള്ളവരും അതേപോലെ വിശുദ്ധിയിൽ ജീവിക്കുകയാണെങ്കിൽ ഓക്കെ, എല്ലാവരും ഈക്വലി വിശുദ്ധരെന്ന് പറയാം. പക്ഷെ ഞാൻ മാത്രം എൻ്റെ കാര്യം വിശുദ്ധിയിൽ നിർത്തണമെന്ന് ആഗ്രഹിക്കുമ്പോൾ നമ്മൾ സ്വാർത്ഥരാവുകയാണ്. നമ്മൾ സമൂഹത്തിലിറങ്ങി നമ്മളിലെ ആ വിശുദ്ധിയും പ്രകാശവും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുമ്പോഴാണ് ഞാനൊരു നല്ല ഇൻസ്ട്രുമെൻ്റ് ആവുകയുള്ളൂ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു പാഠം ഇതാണ്. സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് ഒരു വിത്താണ്. അത് എന്നിൽ മാത്രം നടാനുള്ളതല്ല, ഓരോരുത്തരിലും നടാനുള്ളതാണ്. പക്ഷേ ആ വിത്ത് നമ്മൾ നടുമ്പോൾ അവിടെ വിളകളും ഉണ്ടാവും, കളകളും ഉണ്ടാവും. കളകൾ പറിച്ചു കളയാൻ നമ്മൾ എടുക്കുന്ന റെസ്പോൺസിബിലിറ്റി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ആ കളകളെയെല്ലാം, ആ നെഗറ്റീവ്സ് എല്ലാം നമുക്ക് വൈപ്പ് ഓഫ് ചെയ്യാൻ സാധിക്കണം. പോസിറ്റീവ്സ് മാത്രമായിരിക്കണം നമ്മളിൽ ഉണ്ടാകേണ്ടത്. അത് നമ്മളുടെ റെസ്പോൺസിബിലിറ്റിയാണ്, ഓരോരുത്തരുടെ റെസ്പോൺസിബിലിറ്റിയാണ്. നമ്മളിൽ ആ വിത്തിൻ്റെ ആ ഗുണങ്ങൾ മാത്രമാണ് നമ്മളിൽ ഉണ്ടാകേണ്ടത്. കളകളെ എടുത്ത് കളയാൻ നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. അത് മാത്രമല്ല, സമൂഹത്തിലേക്ക് ഇറങ്ങി സമൂഹവുമായിട്ട് ബന്ധപ്പെട്ട്, അല്ലാതെ ഏകാന്തതയിൽ ജീവിച്ചുകൊണ്ട് ഞാൻ എൻ്റെ മാത്രം വിശുദ്ധി മാത്രം നോക്കി ജീവിക്കുകയല്ല, എന്നെപ്പോലെ തന്നെ മറ്റുള്ളവരുടെയും വിശുദ്ധിയിലേക്ക്, അല്ലെങ്കിൽ മറ്റുള്ളവരെയും വിശുദ്ധിയിലേക്ക് നയിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും റെസ്പോൺസിബിലിറ്റി ഉണ്ടെന്നൊരു പൂർണ്ണ ബോധ്യം ഉണ്ടായിരിക്കണം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇത്രമാത്രം പറയുന്നുള്ളൂ. ഞാൻ എന്നെപ്പോലെ തന്നെ അയൽക്കാരനെയും സ്നേഹിക്കാൻ തയ്യാറാകണം. എൻ്റെ മാത്രം വിശുദ്ധിയല്ല, എന്നെപ്പോലെ തന്നെ മറ്റുള്ളവരുടെയും വിശുദ്ധി എനിക്ക് പ്രധാനപ്പെട്ടതാണ് എന്ന പൂർണ്ണ ബോധ്യത്തോടെ ജീവിക്കുക എന്നത് നമ്മളുടെ കടമയാണ് എന്നതാണ് ഇന്നത്തെ എപ്പിസോഡ്. ഇനി മറ്റൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം.